ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് നെവിൻ ഷാനവാസ് വിഷയം. അങ്ങനെ ആ ഒരു വിഷയത്തിൽ പകുതി പേര് അത് കേൾക്കുന്നുണ്ട്, പകുതി പേര് അവിടെ കേൾക്കുന്നില്ല. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഇവർ ശരിക്കും ആദിലയും നൂറയും ഷാനവാസും തമ്മിൽ ഇത് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം റിയാസ് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ കഴിക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനുണ്ട്, റനയുണ്ട്, അതേപോലെ തന്നെ നൂറയുണ്ട്. നൂറ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷാനവാസ് അത് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അതെന്താണ്, അതിൽ നിന്ന് ഞങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് അവരുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല, അവരാണ് എന്നെ അകറ്റി നിർത്തിയിട്ട് എൻ്റെ കുറ്റം പറഞ്ഞ് കൈയടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവരുമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിന് എന്താണ് പ്രശ്നമെന്ന്. അപ്പോഴേക്കും ജിസേൽ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ കിടന്ന് പറയാതെ ഇവിടെ വന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിസേലിനോട് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് നീ കൂടുതൽ ഒന്നും സംസാരിക്കേണ്ട, നീയാണ് നെവിന് ഇവിടെ കൂടുതൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നീ കൂടുതൽ അങ്ങോട്ട് കയറ് പൊട്ടിക്കേണ്ട, അതൊക്കെ നിൻ്റെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളും. ശനിയാഴ്ച ലാലേട്ടൻ വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനുള്ള ഉത്തരം കിട്ടിക്കോളും എന്ന് പറയും. പിന്നെ ഷാനവാസ് എല്ലാവരുടെ മുമ്പ് വെച്ച് പറയുന്നുണ്ട് നെവിനിൽ നിന്ന് എനിക്ക് നല്ല മുഹൂർത്തങ്ങൾ കിട്ടിയിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള, അവൻ വളരെ രസകരമായി എന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കുണ്ടായ ഒരു മോശം അനുഭവം ഞാൻ ഇവിടെ എന്താ പറയാൻ പാടില്ല എന്നുണ്ടോ. അപ്പോൾ ഒനിയിലും അതേപോലെ തന്നെ അഭിലാഷൊക്കെ വായടച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആട്ടിൻതോലിട്ട ചെന്നായികൾ ഇവിടെ കിടന്ന് പലതും പറയും, അത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് പൊളിച്ച് മാസാക്കിയിരിക്കുകയാണ്. എല്ലാവരോടും ഷാനവാസ് ഒറ്റ ഉത്തരം മാത്രം പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു, എനിക്കുണ്ടായ അനുഭവം ഞാനിവിടെ പറയുക തന്നെ ചെയ്യും, അത് പറയാൻ പാടില്ല എന്ന് നിങ്ങളാരും എന്നോട് പറയണ്ട. ശനിയാഴ്ച ലാലേട്ടൻ വരട്ടെ, ഈ ഒരു കാര്യത്തിൽ തീരുമാനം കിട്ടും.